ഹായ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരുടെയും സന്തോഷങ്ങൾക്കും വിജയങ്ങൾക്കും തടസ്സമാവുന്നത് നമുക്ക് ചുറ്റുമുള്ളവരുടെ കണ്ണ് തന്നെയാണ്. നല്ലൊരു വീട് വെക്കുമ്പോൾ, നല്ലൊരു കാറ് വാങ്ങുമ്പോൾ, ബിസിനസ് തുടങ്ങുമ്പോൾ, ഫാമിലി ആയിട്ട് ഗൾഫിലേക്ക് പോകുമ്പോൾ, ജോലി ലഭിക്കുമ്പോൾ, കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ, മക്കൾക്ക് നല്ല മാരേജ് റെഡിയാവുമ്പോൾ, കളി ചിരിയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, ഇതുപോലെയുള്ള എന്ത് കാര്യമായിക്കോട്ടെ, ശരിക്കുള്ള സന്തോഷം നമുക്കും മനസ്സിൽ നന്മയുള്ളവർക്കേ ഉണ്ടാകൂ. ബാക്കിയുള്ളവർ പുറമെ ചിരിച്ച് കാണിക്കും, ഉള്ളിൽ നമ്മോടുള്ള ഒരു തരം സങ്കടവും ദേഷ്യവും ആയിരിക്കും. മുത്തുനബിക്ക് പോലും കണ്ണീർ തട്ടില്ലേ? അപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ കാര്യം പറയണ്ടല്ലോ. സയൻറ്റിഫിക്കലി പോലും കണ്ണീർ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും വിജയവും ആരോഗ്യവും ആയുസ്സും എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് അസൂയ ഉള്ളവരെ കണ്ടെത്തുക എന്നതാണ്. നമ്മളോട് അസൂയ ഉള്ളവരെ കുറേയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. എന്നോട് അസൂയ ഉള്ളവരെ കുറച്ച് പേരെ എനിക്കറിയാം. അതിൽ ചില ആളുകളെ നമുക്ക് തീരെ മനസ്സിലാക്കാനും പറ്റൂല. അവരുടെ ഉള്ളിൽ നിറയെ വിഷമായിരിക്കും. നമ്മളോട് അസൂയ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരോട് കുറച്ച് അകലം പാലിക്കുക. എല്ലാ കാര്യങ്ങളും അവരോട് പോയി ഷെയർ ചെയ്യാതിരിക്കുക. ഇനി എന്തിനാ? സന്തോഷമുള്ള കാര്യമാണെങ്കിൽ തന്നെ അവർ കേൾക്കുന്ന തരത്തിൽ മാഷാ അല്ലാ എന്ന് പറയാം. അപ്പോൾ അവരും അറിയാതെ മാഷാ അല്ലാ എന്ന് പറയും. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള അസൂയക്കാരുടെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ: 1. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അവർ. എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ അവർ ചോദിക്കും, എല്ലാവരും കൂടെ എങ്ങോട്ടാ പോണെ കണ്ടല്ലോ? എങ്ങോട്ട് പോയേ? ഉത്തരം കൊടുത്തു. അടുത്ത ചോദ്യം, വെറുതെ പോയതാണോ? എന്തിനാ പോയേ? ഉത്തരം കൊടുത്തു. അടുത്ത ചോദ്യം, ആ കാര്യം നടന്നോ? ലേറ്റായിട്ടാണല്ലോ വന്നത്. ഇനി ആരെങ്കിലും ജോലിക്ക് ഗൾഫിലേക്ക് പോയാലോ? റൂം കിട്ടിയോ? വലിയ റൂമാണോ? ചെറിയ റൂമാണോ? റൂം റെൻ്റ് എത്രയാ? ജോലി കിട്ടിയില്ലേ? എന്താ ഇത്ര ലേറ്റായത്? എത്രയാ സാലറി? എന്നൊക്കെ കുറേ ചോദ്യം ഉണ്ടാവും. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ താല്പര്യം ഇല്ലാന്ന് കണ്ടാലും അവർ അടുത്ത ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. 2. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നവർ. ആവശ്യമില്ലാതെയൊക്കെ നമ്മളോട് മത്സരിക്കാന്നൊക്കെ പറയൂലേ? ഇപ്പോൾ നമ്മൾ മീഷോയിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ എന്തെങ്കിലും സാധനം വാങ്ങി. അപ്പോൾ അവരും പോയിട്ട് അതന്നെ വാങ്ങും. ഒരാൾ ഗൾഫിൽ പോകുമ്പോൾ എനിക്കും ഇപ്പം തന്നെ ഗൾഫിൽ പോകണമെന്ന് വാശി പിടിക്കുന്നവർ. ഹജ്ജും ഉംറ വരെ മറ്റൊരാൾ ചെയ്യുന്നത് കണ്ട് അസൂയപ്പെട്ട് ചെയ്യുന്നവരുണ്ട്. ആ സമയത്ത് തന്നെ അവർക്ക് അത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവൂല, പണവും ഉണ്ടാവൂല. പക്ഷേ ഒരു കാര്യമുണ്ടാവും, നമ്മൾ മുന്നിട്ട് നിൽക്കരുത് എന്ന വാശി. 3. നമ്മൾ ചെയ്യുന്ന അതേ കാര്യം അവർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? പക്ഷേ എത്ര പണം മുടക്കിയിട്ടായാലും ആ കാര്യം നമ്മൾ ചെയ്തതിനേക്കാൾ അടിപൊളിയാക്കി ചെയ്യാനേ അവർ നോക്കൂ. നമ്മൾ ഒരു കാറ് വാങ്ങി, അതിനേക്കാൾ മുന്തിയ കാറായിരിക്കും അവർ വാങ്ങുക. നമ്മളൊരു വീട് പണി ചെയ്തു, അവർ അതിനേക്കാൾ അടിപൊളിയായി വീട് പണിയും. നമ്മുടെ കുട്ടികൾക്ക് എത്ര വിദ്യാഭ്യാസമുണ്ടാവും? അതിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം അവരുടെ കുട്ടിക്ക് കൊടുക്കും. 4. നമ്മൾ ഉള്ള സമയത്ത് നമ്മൾക്ക് നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കും. നമ്മളെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളൊന്ന് മാറി നിന്നാലോ നമ്മളെപ്പറ്റി കുറ്റങ്ങളെ പറയൂ. 5. നമ്മൾ അവരോട് എന്തെങ്കിലും സന്തോഷ വാർത്ത പറയാൻ പോയാൽ അവർ അതിനെ വില കുറച്ച് കാണും. എൻ്റെ മോൾക്ക് ഫുൾ A+ കിട്ടി. അപ്പോൾ അവർ പറയും, ഓ അതിപ്പോൾ എല്ലാവർക്കും കിട്ടണതല്ലേ?
6. നമ്മുടെ മനസ്സിൽ നല്ല നല്ല ലക്ഷ്യങ്ങളുണ്ടാവും. അത് അവരുമായി ഷെയർ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. ഇപ്പോൾ നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങാണ് എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ജോബ് ഓഫർ വന്നാൽ അവർ പറയും, ഫുള്ള് കച്ചവടം കുറവല്ലേ, എന്തിനാ വെറുതെ കാശൊക്കെ കളയുന്നേ. ഉമ്മയും ഉപ്പയും പറയും, എൻ്റെ മോൾക്ക് നല്ല മാർക്കുണ്ട്, അവളെ നല്ലൊരു കോഴ്സിന് ചേർക്കണമെന്നൊക്കെ. അപ്പോൾ അവർ പറയും, പെൺകുട്ടിയല്ലേ, എന്തിനാ കാശ് കൊടുത്ത് പഠിപ്പിക്കണത്, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, പെൺകുട്ടികളെ പഠിപ്പിച്ചാൽ അത്ര തന്നെ. പക്ഷേ അവരുടെ മനസ്സിൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടാവും. 7. നമുക്കൊരു സങ്കടം വരുമ്പോൾ അവർ ഓടി വരും. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ചറിയും. അതിന് പുറമെ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. നമ്മുടെ മുന്നിൽ നല്ല സങ്കടമുള്ള പോലെ അഭിനയിക്കും, പക്ഷേ അവരുടെ മനസ്സിലത് ആഘോഷാക്കി എടുക്കും. കാണുന്നവരോടും ഫോൺ വിളിച്ചും ഈ കാര്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നോക്കും. അതും ഒരു എക്സ്ട്രാ സംഭവമാക്കി മാറ്റിയിട്ട്. ഡിവോഴ്സ് ആയവരും ജോലി നഷ്ടപ്പെട്ട ആളുകളും ഇതുപോലെയുള്ള കുറേ ആളുകളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. 8. ഇതുപോലെയുള്ള ആളുകൾ മറ്റുള്ളവരെ സഹായിക്കും, പക്ഷേ ഒരു ചെറിയ സാധനം കൊണ്ടോ പണം കൊണ്ടോ നമ്മളെ ഒരിക്കലും സഹായിക്കില്ല. അവരുടെ മനസ്സിലെപ്പോഴും നമ്മൾ ഒരിക്കലും വിജയിക്കരുതെന്ന്, അവരെക്കാൾ എപ്പോഴും താഴ്ന്നിരിക്കണമെന്നും എപ്പോഴും സങ്കടത്തിലിരിക്കണമെന്നും ആയിരിക്കും. നമ്മളോട് അസൂയ കാണിക്കുന്നവരെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. നമ്മൾ അവരെപ്പോലെ ചിന്തിക്കാതിരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു മറ്റൊരാൾക്ക് കൊടുത്ത അനുഗ്രഹത്തെ നമ്മൾ വെറുപ്പോടു കൂടി നോക്കിക്കാണുമ്പോൾ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് പോലെയല്ലേ. അസൂയക്കാരെയും കണ്ണേറിനെയും സൂക്ഷിക്കുക, കാരണം അതുകൊണ്ട് മരണം വരെ സംഭവിക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ. കണ്ണീരിനുള്ള ദുആയും സൂറത്തുകളും ദിവസവും പതിവാക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.